ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപ്പി തരാം. ഓടി ഓടി വാ, ഓടി 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 വന്നൊരു മുത്തം തന്നാട്ടെ, ചക്കര മുത്തം തന്നാട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. എങ്ങനെ ഇത് ഇത്രയും വൈറലായി എന്നുള്ളതൊരു വലിയ അതിശയമാണ്. ഇപ്പൊ എനിക്ക് 67 വയസ്സായി. അന്ന് അഭിനയിച്ചപ്പോൾ 5 വയസ്സായിരുന്നു. പിന്നെ എന്നെ എപ്പോ കണ്ടാലും ബലൂൺ ബലൂൺ ബലൂൺ. കുറച്ചു കാലം സിനിമ അഭിനയിച്ചു, ഒരു 64-65 വരെയൊക്കെ അഭിനയിച്ചു. പിന്നെ നിർത്തി വെച്ചു. നിർത്താനെന്തെങ്കിലും കാരണം? ആ ഒരു ചെറുപ്രായത്തില് ഇത്ര എക്സ്പ്രഷൻ എങ്ങനെ ചേച്ചി വരുന്നേ? ഇവിടെ ഈ ബോട്ടിന്റെ അറ്റത്ത് മാമനിരുന്നു, സുബ്രഹ്മണ്യ മാമൻ ഇരുന്നു. അതായത് എന്നെ ബോട്ടിൽ ഒറ്റയ്ക്ക് വിട്ടില്ല. എന്നെ ഒരു മകളെ പോലെയാണ് കണ്ടിരുന്നത് അദ്ദേഹം. ബേസിൽ ജോസഫ് വിളിച്ചിരുന്നു കേട്ടോ അമ്മ. ഞാൻ നിന്നെ വിളിച്ചത്. അവൻ ബേസിൽ ജോസഫ് വിളിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന വിളിച്ച് സംസാരിച്ചു, അമ്മയെ അന്വേഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പി തരാം. ഇന്ന് 64 വയസ്സ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പാടി അഭിനയിച്ച ആ കൊച്ചുകുട്ടി, കൊച്ചു മിടുക്കി ഇന്ന് തരംഗമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിനോദിനി ശശിമോഹനാണ് എന്നോട് ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. ചേച്ചി ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം അതിൽ ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പി തരാം. കാലഘട്ടങ്ങൾ 64 വർഷം തികയുന്നു. ഇപ്പം ഈ നിമിഷം എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്, അതിശയം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാട്ട്, എത്രയോ പാട്ടുകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ അഭിനയിച്ചിട്ടുള്ളതും പാടിയിട്ടുള്ളതായിട്ട്. പക്ഷെ ഈ ഒരു പാട്ട് മാത്രം എങ്ങനെ ഇത് ഇത്രയും വൈറലായി എന്നുള്ളതൊരു വലിയ അതിശയമാണ്. അതെ. അതും ചേച്ചിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കൂടെ ഉള്ളത്, അച്ഛനും അമ്മയും മക്കളും മക്കളുടെ അടുത്ത തലമുറയും കാണാൻ സാധിച്ചില്ലേ? അതെ 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 അതെ. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? കൊച്ചുമക്കളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അത്ര വലുതല്ല. ഒരാൾക്ക് 4 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്. അപ്പോൾ അവർ ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇത് അമ്മമ്മയാണ് കേട്ടോ എന്ന് പറയും. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും അവർ ആ പടം നോക്കും, പിന്നെ എൻ്റെ മുഖത്ത് നോക്കും, പിന്നെയും നോക്കും, പിന്നെയും നോക്കും. അവർ വലുതായാലും അവർക്ക് കാണിക്കാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും. കാലകാലങ്ങളായിട്ട് അവരുടെ കുട്ടികൾക്ക് വരെ കാണിക്കാൻ പറ്റും എന്നുള്ളതൊരു സന്തോഷമാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഈ ഗാനം അത്രമേൽ വൈറലാവും, അല്ലെ ആളുകൾ ഏറ്റെടുക്കും ചിന്തിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഈ 9 വർഷം മുമ്പ് അത് മില്ലേനിയം ഓഡിയോസിൽ കണ്ടിട്ടുണ്ട്, ആ പാട്ടായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്താണ് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത്രയും പോപ്പുലർ ആയത്. പല 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 വേർഷൻസ്. ഇപ്പൊ അതിന്റെ ഈ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് അതിന്റെ ഒരു AI വേർഷനും കൂടി റീമിക്സ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, റീമിക്സ് ഉണ്ട്. മറ്റേ ഒരു അശ്വിൻ ഭാസ്കർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു വലിയൊരു അതിശയം സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യം ഈ പാട്ട് വൈറലായതിനു ശേഷം ആരാ വന്ന് പറഞ്ഞത്, അമ്മേ ഞാൻ ഇത് കണ്ടു? എൻ്റെ മോളാണ് പറഞ്ഞത്. അവളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ആക്റ്റീവ്. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മയുടെ ഈ പാട്ട് ഒന്നാം തരം ബലൂൺ തരാന്നുള്ളത് ഭയങ്കര വൈറലാട്ടോ. ഓരോ ദിവസം ഓരോ ആൾക്കാർ പുതിയ 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 റീലിൽ പല ആൾക്കാർ, പല ഏജ് ഗ്രൂപ്പ് ഉള്ളവർ, കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, ചെറുപ്പക്കാരൊക്കെ ഇടുന്നുണ്ട്, പല വേർഷൻസ് ഒക്കെ ഇടുന്നുണ്ടെന്ന്. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കുറേ കണ്ടു. ആ വീഡിയോയിൽ സുന്ദരി ആയ കുഞ്ഞു കുട്ടി പോലെ തന്നെ കേട്ടോ ഇപ്പോഴും സൗന്ദര്യം. ഇപ്പം എനിക്ക് 67 വയസ്സായി. അന്ന് അഭിനയിച്ചപ്പോൾ 5 വയസ്സായിരുന്നു. 5 വയസ്സ്. ആ 5 വയസ്സിൽ നിന്ന് 67 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ആ വീഡിയോ കാണാനിടയായി. അതെ. കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നേ? എനിക്ക് എന്നെ കാണുന്നതിനെക്കാട്ടിലും ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നല്ലോ എന്ന് അറിയുമ്പോഴാണ് കൂടുതൽ സന്തോഷം. ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കും. വായിച്ച കമന്റ്സിൽ ഏറ്റവും മനസ്സിനെ സ്പർശിച്ച ഒരു കമന്റ്സ് എന്തായിരിക്കും? ഒരു ലേഡി പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത് പാടി കൊടുത്തിട്ടുണ്ട്. അന്ന് ഓഡിയോ വന്നിട്ടില്ല. ഇപ്പൊ അവളുടെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തലമുറകളായിട്ട് ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. പിന്നെ പലരും പറയുന്നുണ്ട് ചോറ് കൊടുക്കാൻ കാണിക്കുന്നുണ്ട്, പറയാറുണ്ട്. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമല്ലേ? അതെ അതെ. ഇപ്പൊ എൻ്റെ സാറിന്റെ റിലേറ്റീവ് തന്നെ ഒരു കുട്ടി, കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, ഞാനാണ് മേമയാണ് ഇതിൽ അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോൾ കുറെ നേരം നോക്കിയിട്ട് പിന്നെ എന്നെ എപ്പോ കണ്ടാലും ബലൂൺ ബലൂൺ ബലൂൺ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വഴിയേ തരും. അതോടൊപ്പം ആ ഒരു സീനില് ഓരോരുത്തരും ഓരോ ജീവനുണ്ട്. ഇപ്പം പി ആയാലും ബലൂൺ ആയാലും
ആ കുതിരയ്ക്ക് ഇത്രമേൽ ഒരു ഹൈലൈറ്റ് ആളുകൾ പറയാൻ എന്തായിരിക്കും കാര്യം? എനിക്കത് സാധാരണ നമ്മൾ ഈ വുഡൻ കുതിരയുടെ മുകളിലിരിക്കുമ്പോൾ നമ്മളതിലിരുന്നിട്ട് നമ്മൾ മൂവ് ചെയ്യാന്നല്ലാതെ അതങ്ങനെ മുമ്പോട്ട് പോവില്ല. ഇതങ്ങനെയല്ല, ഇത് ഫോർവേഡ് ആയിട്ട് പോകും. അതെന്താണ് എൻ്റെ മെക്കാനിക്സ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കുതിരയാണ്. ഇപ്പൊ നഴ്സറീസിലൊക്കെ പോകുമ്പോൾ കുതിരയുണ്ട്, അത് ചുമ്മാ അല്ലാതെ അനങ്ങല്ല. ഇതാണ് മുഖത്ത് കയറി കഴിഞ്ഞ് ഇനി വല്ല കീ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് ഇങ്ങനെ പോകും. ഞാനത് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പ്രാവശ്യം ആ കുതിരയിൽ കുറേ കളിച്ചിട്ടാണ് പിന്നെ ഈ ഷോട്ട് എടുത്തത്. തിരിച്ചു കൊടുക്കാൻ തോന്നിയോ? ചെറിയ മനസ്സില്ലായിരുന്നു. ശരിക്കും കാലഘട്ടങ്ങൾ മാറുമ്പോൾ ടെക്നോളജികൾ മാറും. ശരിക്കും ഇന്ന് 2025 വർഷത്തിൽ പഴയ കാലഘട്ടത്തോട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലഘട്ടത്തൊക്കെ ആ കുതിരയെ അങ്ങനെ ചെയ്യുവാന്ന് വെച്ചാൽ വലിയൊരു കഴിവ് തന്നെ. പിന്നെ തീർച്ചയായിട്ടും അത് അവര് ഉണ്ടാക്കിച്ചതാണോ മേടിച്ചതാണോ എന്നറിയില്ല. പക്ഷെ പിന്നെ ഞാൻ അതിനെപ്പറ്റി മറന്നുപോയി. ഇപ്പോഴും അവിടെയെങ്കിലും അവരുടെ പറയ സ്റ്റോർ റൂമിലോ പ്രോപ്പർട്ടി ഹൗസിലോ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മെർലാൻഡ് സ്റ്റുഡിയോ എന്നാണ് അത് ചെയ്തത്. ഇപ്പൊ ചേച്ചിയുടെ ഈ വീഡിയോ വൈറലായതിനു ശേഷം ചേച്ചിയെ പറ്റി ഒരുപാട് ആളുകൾ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യ സിനിമയല്ല. എത്ര സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ 16 സിനിമ അഭിനയിച്ചു. ബാലതാരമായിട്ട് ഒരു 15 പിന്നെ വലിയ പെൺകുട്ടിയായിട്ട് ദേവി കന്യാകുമാരി. എനിക്കൊന്ന് ഈ സത്യൻ മാഷിന്റെ കൂടെ ആയിരിക്കും കൂടുതൽ ബാലതാരമായിട്ട് അഭിനയിച്ചത്. അതെ, അദ്ദേഹം മിക്ക സിനിമയിലും എൻ്റെ അച്ഛൻ സത്യൻ അങ്കിളായിരുന്നു. ഈ സത്യമാഷിനെ പറ്റി പറയുമ്പോൾ സത്യമാഷിന്റെ കൂടെ മിക്ക സിനിമകളിലും ബാലതാരമായിട്ട് ചേച്ചി അഭിനയിക്കുന്ന സമയത്ത് ഒരു പത്ര എഴുത്തിൽ ഞാൻ കുറിപ്പിൽ കണ്ടതാണ് സത്യമാഷിന് വിടാൻ തോന്നിയില്ലെന്ന്. അതെ, അതെന്തായിരുന്നു കഥ? അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പെൺമക്കളില്ല, 3 ആൺമക്കളാണ്. അപ്പോൾ എന്നോട് വലിയ വാത്സല്യത്തിൽ മിക്ക സിനിമയിലും ഒരുമിച്ചാണല്ലോ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷോട്ടിലുള്ളപ്പോഴും സീനിന് പുറത്തുമൊക്കെ എന്നെ അച്ചാന്നാണ് വിളിപ്പിക്കുക. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു അടുപ്പമായിരുന്നു. ഈ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഇരുന്ന് കഥ പറഞ്ഞിരിക്കും, തമാശ പറയും, കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കമലഹാസന്റെ മലയാളത്തിലെ ആദ്യ നായികയായിരുന്നോ? നായികയല്ല, ഞാൻ കമൽഹാസന്റെ യങ്ങസ്റ്റ് സിസ്റ്ററായിട്ട് അഭിനയിച്ചു. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളായിട്ടാണ് ആ സിനിമയിൽ. അപ്പോൾ അതിൽ കണ്ണും കേരളം എന്ന സിനിമ KS സേതുമാധവൻ്റെ, അതിൽ കമൽഹാസന്റെ അനിയത്തി ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് തന്നെ കമൽഹാസന്റെ ചെറുപ്പമായിട്ടും ഞാൻ അഭിനയിച്ചു. അതായത് ആണിന്റെ റോളും ചെയ്തു, പെണ്ണിന്റെ റോളും ചെയ്തു. ഈ ആണിന്റെ റോളാണ് മിക്കതും ചെയ്യുന്നത്. ആണിന്റെ റോൾ തേടി വരാനുള്ള കാരണം എന്തുവായിരുന്നു? എനിക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. കാരണം 51 മറ്റേ ജീവിത നൗക അതൊരു ആൺകുട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നീലക്കുയിലും മറ്റേ ബിപിൻ ക്യാമറാമാൻ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ, അദ്ദേഹം വിപിൻ മോഹൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി 60-ന് ശേഷം അധികം ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം കമൽഹാസൻ തന്നെ വന്നത്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല. ഇനി എൻ്റെ ബോഡി ലാംഗ്വേജ് അതിന് ചേരുന്നതായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ ചെയ്തത് ആൺവേഷം തന്നെയാണ്. ഈ സിനിമയിൽ എനിക്ക് വരണം, അഭിനയിക്കണം, എനിക്ക് ഫെയിം ആവണം എന്നൊരു ആഗ്രഹത്തോട് ഉദ്ദേശത്തോടെ വന്നതായിരുന്നു? അല്ല. അതെന്തായിരുന്നു? ഞാൻ 3.5 വയസ്സിലാണ് സിനിമയിൽ കയറിയത്. 3.5 വയസ്സിൽ ഭക്തകുചേല എന്ന സിനിമയിലാണ് വന്നത്. അതിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, വിലാസിനി ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ചേച്ചി എനിക്ക് മുമ്പേ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. ചേച്ചിയുടെ ആഗ്രഹം സിനിമ നടിയാണോ? അല്ലല്ല, ചേച്ചി ഇതുപോലെ ഒരു ചാൻസ് കിട്ടിയിട്ടാണ് അഭിനയിച്ചത്. അതെനിക്ക് കൃത്യം അറിയില്ല. ഇതിന് മുമ്പ് ഭക്തകുചേലയ്ക്ക് മുമ്പ് ചേച്ചി ലില്ലി എന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പ്രേം നസീറൊക്കെയുള്ള സിനിമ, പഴയ സിനിമ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈല മജ്നു, പഴയ ലൈല മജ്നു, അതിൽ കൊച്ചു ലൈലയായിട്ട് അഭിനയിച്ചു. പിന്നീടാണ് ഈ ഭക്തകുചേല ചേച്ചി കൃഷ്ണനായിട്ട് അഭിനയിച്ചത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ P. സുബ്രഹ്മണ്യം അതിൻ്റെ ഡയറക്ടർ എൻ്റെ അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചിയെ വിളിച്ച് ചേച്ചി അഭിനയിച്ചു. അപ്പോൾ ചേച്ചി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാനും കൂടെ പോകും. ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, അമ്മ കൂടെ കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് ഈ പൂതനയുടെ ഒരു സീനുണ്ട്, ഈ പൂതനയുടെ രൗദ്രവേഷം. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ ഈ ഓഡിഷന് കൊണ്ടുവരുമ്പോൾ അതുവരെയൊക്കെ പിള്ളേർ ചിരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ ആ രൗദ്രവേഷം കാണുമ്പോൾ ദംഷ്ട്രപ്പല്ലും ആ അലറലൊക്കെ കാണുമ്പോൾ പേടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ അതിൽ പൂതനയുടെ വേഷം ചെയ്തത് എൻ്റെ അച്ഛനാണ്, ഗുരു ഗോപിനാഥ്. അപ്പോൾ അച്ഛനും കൂടി ആയതുകൊണ്ട് ഒരു കംഫർട്ട്. അപ്പോൾ അദ്ദേഹം ഡയറക്ടർ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് വിടാന്ന് വെച്ചാൽ അങ്ങനെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിച്ച് സ്ക്രീൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ സിനിമയിൽ കയറിയതാണ്. അങ്ങനെയാണ് സിനിമയിലോട്ട് കയറുന്നത്. പിന്നീട് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറച്ചു കാലം സിനിമ അഭിനയിച്ചു, ഒരു 64-65 വരെയൊക്കെ അഭിനയിച്ചു. പിന്നെ നിർത്തിവെച്ചു. കാരണം അല്ല, കുറച്ചുകൂടെ വലിയ കുട്ടിയായി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന രീതിയിൽ തന്നെ പാരൻസിനും എനിക്കും താല്പര്യമല്ല. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ദേവി കന്യാകുമാരി അഭിനയിച്ചത്. അതും P. സുബ്രഹ്മണ്യത്തിൻ്റെ സിനിമയായിരുന്നു. ഇതേപോലെ അങ്ങേർക്കൊരു സഹായം ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്, അല്ലാതെ ഇഷ്ടമായിട്ട് ചെയ്തതല്ല. അങ്ങേരെ അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങേര് ദേവി കന്യാകുമാരി ദേവിയായിട്ട് കാസ്റ്റ് ചെയ്ത ലക്ഷ്മിയായിരുന്നു. അപ്പം ലക്ഷ്മിക്ക് ആ സമയത്ത് എന്തോ അസുഖം വന്നിട്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം എന്നെ അച്ഛനെ കാണാൻ ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ്, ചെറിയ കുട്ടിയായ ഞാൻ വലുതായിരുന്നു, അപ്പോൾ ഒരു 16-17 വയസ്സ്. അപ്പോൾ പറഞ്ഞു, വിനോദിനി ഒന്ന് വിട്ട് തരാമോ ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം അച്ഛൻ്റെ വലിയ ആളായതുകൊണ്ട് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം, ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം. ഒരുപക്ഷെ വിനോദിനി എന്ന ചേച്ചി അന്ന് ബ്രേക്ക് എടുക്കാതെ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പിന്മാറാതെ മുന്നോട്ട് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരു അമ്മയായിട്ടോ ഒരു നല്ല അറിയപ്പെടുന്ന നടിയായിട്ട് മാറത്തില്ലായിരുന്നു. ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പം ഞാൻ അഭിനയം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ ആരുടെ ലെവലിലെത്തുമായിരുന്നു, ഇപ്പൊ അഭിനയിക്കുന്ന ആരുടെ ലെവലിലെത്തുമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷെ അങ്ങനെ ചിന്തിക്കും, ആരുടെ ഒരു ലെവലിൽ എത്തുമായിരിക്കും. ഇപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ മാലാപാർവതിയോ അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കുറച്ചുകൂടെ പ്രായമുള്ള, മാലാപാർവതി എന്നെക്കാട്ടിലും പ്രായം കുറവാണ്, കുറച്ചുകൂടെ പ്രായമുള്ളവരായിട്ടോ ഒക്കെ അഭിനയിക്കാൻ ആ ലെവലിലെത്തുമായിരുന്നു എന്ന് വിചാരിക്കണം. ഇവിടെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പം ശരിക്കും ചേച്ചിയെ കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു ആഗ്രഹം എന്താ അറിയോ, അന്ന് സിനിമയിൽ നിർത്താതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ മോഹൻലാലിന്റെ അമ്മയായിട്ടോ മമ്മൂക്കിയുടെ അമ്മയായിട്ടോ ഒക്കെ നിൽക്കായിരുന്നു. ആയിരുന്നാണോ കണ്ടിന്യൂ ചെയ്തപ്പോൾ അങ്ങനെ വന്നു കാണുമായിരിക്കും. പക്ഷെ ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒക്കെ അത് നിർത്തിയിട്ട് പിന്നീട് പഠനമായിരുന്നോ? പഠിച്ചല്ല, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ ദേവികന്യാകുമാരി അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ BA ചെയ്തു, പിന്നെ MA ചെയ്തു. MA സോഷ്യോളജി റാങ്ക് ഹോൾഡറാണ് ഞാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഹൗസ് വൈഫായി. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കുറച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പഠിച്ച സബ്ജക്റ്റ് MA സോഷ്യോളജിയാണ്. കുറച്ച് നാളത്തേക്ക്. പിന്നെ അങ്ങനെ ഹൗസ് വൈഫായി. പിന്നെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ അമ്മയായി അമ്മമ്മയായി ആ റോളിലാണ്. നല്ലൊരു കുടുംബിനിയായി ജീവിച്ചു പോകുന്നു. ഇത്രയും വൈറലായി ഇന്ന് ആളുകൾ ഏറ്റെടുക്കുന്നു. സിനിമ കാലഘട്ടം മുതൽ പഠിപ്പിച്ച അധ്യാപകം മുതൽ നോക്കുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, വലിയൊരു സർക്കിളായിരിക്കും. ഇന്ന് ആ വീഡിയോ വൈറലായതിനു ശേഷം സൗഹൃദങ്ങളൊക്കെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ വീഡിയോ അയച്ചു തന്നിരുന്നു? അതെ, ഒരുപാട്. ഇപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ച വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവർ പടങ്ങൾ അയച്ചു തരുവിൻ്റെ സംശയം ചോദിക്കുക, ഇത് നമ്മുടെ വിനോദിനി തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ അതുപോലെ റിലേറ്റീവ്സും കുറേ പേരിങ്ങനെ അയച്ചു തരും, ഇൻസ്റ്റയൊക്കെ അയച്ചു തരും, ഇൻസ്റ്റയിലൊക്കെ ഉള്ള പടങ്ങൾ അയച്ചു തരും. ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല, പക്ഷെ അവരയക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു എന്നതല്ലാതെ എനിക്ക് അത്രമേലൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു പാഷനോ അതിലില്ലായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു ചെറുപ്രായത്തിൽ ഇത്ര എക്സ്പ്രഷൻ എങ്ങനെ ചേച്ചി വരുന്നേ? അതെനിക്ക് തോന്നുന്നു, ഞാൻ ഒന്ന് അച്ഛൻ്റെ അമ്മയും അവർ രണ്ടുപേരും നർത്തകരായിരുന്നല്ലോ. അപ്പോൾ നൃത്തം എന്ന് പറയുന്നതും അഭിനയം ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് അങ്ങനെ കിട്ടിയതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നൃത്തം അഭിനയത്തിന് ഹെൽപ്പ് ചെയ്യുമോ? അതെ, തീർച്ചയായിട്ടും. അത് എക്സ്പ്രഷൻ കൊണ്ടായിരിക്കാം. അതെ, കാരണം അഭിനയം ഇപ്പൊ എല്ലാ ഈ നാട്യശാസ്ത്രത്തിൽ വരുന്നതാണല്ലോ ഇതെല്ലാം, അഭിനയവും നൃത്തവും അല്ല. അപ്പൊ അഭിനയം ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ശോഭന, അങ്ങനത്തെ ആൾക്കാർ, മഞ്ജു വാര്യർ, ഇവരെല്ലാം ഡാൻസേഴ്സ് ആണല്ലോ. ഇനി നമുക്ക് പഴയൊരു ഓർമ്മകളിലേക്ക് ഞാൻ ചേച്ചിയെ കൊണ്ടുപോവാ. കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം. ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഒന്ന് പങ്കുവെക്കാവോ? ഒന്ന് നോക്കട്ടെ. ഇത് ദേവികന്യാകുമാരിയിലെ ദേവിയായിട്ടുള്ള റോളാണ്. പറഞ്ഞു. ഇവിടെ ദേവികന്യാകുമാരി അഭിനയിക്കുന്ന സമയം ഞാൻ കുറച്ച് വലിയ കുട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കോളേജ് പഠിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ ആദ്യം കുറേ കണ്ടീഷൻസ് പറഞ്ഞു, ഇതിലൊന്നും ഒരുപാട് ലവ് സീൻസ് ഒന്നും വെക്കരുത്, കാരണം എനിക്ക് പിന്നെയും കോളേജിൽ പോകാനുള്ളതാണ്. അന്നൊക്കെ ഇപ്പോൾ ഒക്കെ പിള്ളേരിപ്പോൾ സിനിമ നിറ ഓടിച്ചാടി വരും. പണ്ട് അങ്ങനെയല്ല. ഈ സിനിമ എന്ന് പറയുമ്പോൾ ചിലവർ അതിനൊരു മോശമായ രീതി ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ അഭിനയിച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവസാനം പിള്ളേർ കൂവോ കല്ലെറിയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സീൻസൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള കുറേ കണ്ടീഷൻസൊക്കെ പറഞ്ഞു. പിന്നെ ഈ ദേവികന്യാകുമാരി ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ആ സ്ക്രിപ്റ്റ് ഡയലോഗ്സ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഞാൻ എൻ്റെ സ്വന്തം വോയിസ് തന്നെ ഉപയോഗിച്ചില്ല, ഡബ് ചെയ്തിട്ടില്ല. ഇത് പക്ഷേ ഈ മിത്തോളജിക്കൽ മൂവി ആയതുകൊണ്ട് ചില സാൻസ്ക്രിറ്റ് വേർഡ്സും ഈ മലയാളം നമ്മൾ സാധാരണ സംസാരിക്കുന്ന മലയാളമല്ല. അപ്പോൾ ഡയലോഗൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകും. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്കത് ഡബ് ചെയ്യാം. അപ്പോൾ റേഡിയോ ആർട്ടിസ്റ്റായ TP രാധാമണിയൻ അവരാണ് ഡബ് ചെയ്തത്. ഞാൻ അടുത്തൊരു ചിത്രത്തിലോട്ട് പോവാം. ഇത് മിസ് കുമാരി അല്ലേ? അതെ, മിസ് കുമാരിയുടെ കൂടെയാണ് ഈ സ്നേഹദീപത്തിൽ അഭിനയിച്ചത്. അവരാണ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ വേറെയും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഏത് സിനിമ എനിക്ക് ഓർമ്മയില്ല. അവർ വളരെ 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 ലവ്വിങ് ആയിട്ടൊരു ലേഡിയായിരുന്നു. നല്ലൊരു ആക്ട്രസും നല്ല സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു ലേഡിയായിരുന്നു. ഇതാണ് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് കൊച്ചുകുട്ടിയിൽ നിന്ന് വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്. കാണാനൊരു ആഗ്രഹമുണ്ട്. ഇത് ദേവികന്യാകുമാരിയിലെ കണ്ണ ആലില കണ്ണ എന്നുള്ള ആ പാട്ടിലെ ആ സീക്വൻസ്.
അതിലെ വള്ളം തുഴയുന്നൊക്കെ പേടി ഉണ്ടായിരുന്നോ? അല്ല, അതെന്താ വെച്ചാൽ അയ്യോ, അത് ഡയറക്ടർ സാർ ഇദ്ദേഹം ഒരു പെറ്റേണൽ ക്യാരക്ടർ പോലെയായിരുന്നു. എന്നെ ഒരു മകളെ പോലെയാണ് കണ്ടിരുന്നത് അദ്ദേഹം. അപ്പം അന്ന് അദ്ദേഹത്തിന് കാലിന് എന്തോ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, നീരോ എന്തോ ഉണ്ടായിരുന്നു കാലിൽ. പക്ഷെ അങ്ങേര് പറഞ്ഞു ഈ ഒരു 4 സൈഡിൽ ഇങ്ങനെ എന്തോ ഒരു സ്ട്രക്ചർ പോലെ കെട്ടിയിട്ട് കുറച്ച് ദൂരത്തേക്കാണ് ഈ എൻ്റെ ബോട്ട് പോയത്. ഒരുപാട് ഡീപ്പ് സീയിലേക്ക് പോയില്ല. ഡീപ്പ് സീയിൽ വേറൊരു ഡ്യൂപ്പിനെ വെച്ചാണ് ചെയ്തത്. അത് അവിടെ തന്നെ സ്റ്റാഫായ ഒരു പയ്യൻ, ഏകദേശം എൻ്റെ രൂപം വെളുത്തിട്ടൊക്കെ ഉള്ളൊരു പയ്യനെ ഞാൻ വെച്ച് പെൺവേഷം കെട്ടിച്ച് അവനെ ഡീപ്പ് സീയിലേക്ക് വിട്ടു. ഇവിടെ ഈ ബോട്ടിൻ്റെ അറ്റത്ത് മാമനിരുന്നു, സുബ്രഹ്മണ്യ മാമൻ ഇരുന്നു. അതായത് എന്നെ ബോട്ടിൽ ഒറ്റയ്ക്ക് വിട്ടില്ല, അത്രയും കെയർ എടുത്തു. അപ്പോൾ കുറച്ച് തിരയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ ചുറ്റിനൊക്കെ കുറേ മുഖവന്മാരുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ പിടിക്കാൻ. എനിക്ക് നീന്താനും അറിയില്ല. അങ്ങനെയാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. വൈകുന്നേരമായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഈ സിനിമകളിലെ യാത്രകൾ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും മക്കൾക്കാണെങ്കിൽ പോലും എനിക്കൊന്ന് അഭിനയിക്കണോ അമ്മേ, അല്ലെ അമ്മയ്ക്ക് തിരിച്ചാണെങ്കിൽ പോലും മോളെ നീ അഭിനയിക്കുക എന്നൊരു പറച്ചിലുണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു പാരൻസിൻ്റെ അടുത്ത്? ഇല്ല. അവര് ഈ ഞാനൊരു 9 വയസ്സായപ്പോൾ നിർത്തിയിട്ടതിന് ശേഷം ഈ ദൈവിക കന്യാകുമാരി കഴിഞ്ഞപ്പോൾ കുറേ ഓഫർ വന്നു. മലയാളത്തിൽ നിന്നും വന്നു, തമിഴിൽ നിന്നും ഒക്കെ വന്നിരുന്നു ഓഫർ സിനിമയിൽ അഭിനയിക്കാൻ. അപ്പോൾ കുറേ പേര് അച്ഛനെ വിളിച്ച് ചോദിച്ചു, ഇദ്ദേഹം സുബ്രഹ്മണ്യ മാമൻ മുഖേനയും ചോദിച്ചു. പക്ഷേ അച്ഛൻ ചോദിച്ചു നിനക്ക് താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. താല്പര്യം തോന്നാത്ത കാരണം എനിക്ക് 2 കാരണമാണ്. ഒന്ന്, എനിക്ക് വീട് വിട്ട് അകന്ന് നിൽക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ എനിക്കറിയാം ഷൂട്ടിംഗ് സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. അത് അന്നത്തെ കാലത്ത് കുറേ വേണ്ടി വരും. പിന്നെ അതൊരു കാര്യം. രണ്ടാമത് ഈ സിനിമ അഭിനയിച്ചാൽ നമുക്കൊരു ഫ്രീഡം ഇല്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വല്ലാത്തൊരു പ്രൈവസി കിട്ടത്തില്ല. അതുകൊണ്ട് അതിനൊരു സംഭവം ഉണ്ടായത്, ഒരു ട്രോമ പോലെ ഉണ്ടായി എനിക്ക്. ഞാൻ പിന്നെ ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ ഇവിടെ മെഡ്രാസിൽ നിന്ന് ഇവിടെ ട്രിവാൻഡ്രത്തിലേക്ക് വന്നതിന് ശേഷം ഹോളി ഏഞ്ചൽസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കാറിലാണ് പോയി വരിക, ഞാനും എൻ്റെ ചേച്ചിയും. അപ്പോൾ അന്ന് കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട്സ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബസ്സിലാണ് പോകാമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി ബസ് കയറി കുറേ ബസ് അങ്ങ് നീങ്ങിയപ്പോൾ എവിടെ വെച്ചാന്ന് ഓർമ്മയില്ല. ഈ ബസ്സിലുള്ള ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്തു. അയ്യോ ഇത് ബേബി വിനോദിനി എന്നൊക്കെ വന്ന് പിച്ച് നുള്ളും പിടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ചെറിയ കുട്ടിയല്ലേ, ഭയങ്കര ട്രോമയായി പോയി. അതൊന്ന്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കോ ആളുകൾ ഇങ്ങനെ ഒന്നും എനിക്കിഷ്ടമല്ല. ഒരു ലോ പ്രൊഫൈൽ വെക്കുന്നത് എനിക്കിഷ്ടം. നമ്മൾ കഴിക്കാൻ നേരമാണെങ്കിൽ പോലും ഒരു ഹോട്ടലിൽ ആൾക്കാർ നോക്കിയിരിക്കും. അതെ. ഇപ്പൊ ഈ അടുത്ത് പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു ഞങ്ങൾ ശംഖുമുഖത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലിയിൽ ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും കൂടി പോയപ്പോൾ ഈ പാട്ട് കേട്ടു, 1-ാം തരം ബലൂൺ തരം. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു റേഡിയോ എന്നാണ്. അപ്പം മോൾ പറഞ്ഞു അമ്മ റേഡിയോ അല്ല, അവർ ടി വിയിലാണ് വലിയ സ്ക്രീനിൽ ഇട്ടിരിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, കാരണം ഇപ്പം അവർക്ക് കണ്ടിട്ട് എന്നെ കണ്ടാൽ എന്തായാലും മനസ്സിലാവില്ല, കുഴപ്പമില്ല. ഒന്ന് വെറുതെ വിട്ടേക്കുന്നല്ലേ. എപ്പോഴും ഒരു ഒതുങ്ങിയ ജീവിതത്തിനോടാണോ താല്പര്യം? എല്ലാവരും അറിയപ്പെടുന്ന ജീവിതത്തോടാണോ താല്പര്യം? എനിക്ക് ഒതുങ്ങിയ ജീവിതത്തിനോട് താല്പര്യം. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് പ്രൈവസി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭയങ്കര ഫാൻ ഫെയർ പബ്ലിസിറ്റി അതൊന്നും എനിക്കിഷ്ടമല്ല. ഇത് തന്നെ ഒരു ഗതികേട് കൊണ്ട് ഇന്റർവ്യൂ തരുന്ന എത്ര ഇന്റർവ്യൂസ് ആയി. എത്രണ്ണം കൊടുത്തിപ്പോ? എനിക്കത് 4 കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞു. ഇത് കണ്ടിട്ട് സിനിമയിലുള്ള ആരെങ്കിലും താരങ്ങൾ വിളിച്ചിരുന്നോ? വിളിച്ചില്ല. എൻ്റെ മോൻ എന്നെ കളിയാക്കും. അവൻ പറയും, ഇത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അമ്മ ബേസിൽ ജോസഫ് വിളിച്ചിരുന്നു കേട്ടോ അമ്മ. ഞാൻ നിന്നെ വിളിച്ചത്. അവൻ ബേസിൽ ജോസഫ് വിളിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനെ വിളിച്ച് സംസാരിച്ചു, അമ്മയെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പുളു പഠിക്കണ്ട, ബേസിൽ ജോസഫ് ഒന്നും വിളിച്ചില്ല. എനിക്ക് ബേസിൽ ജോസഫിനെ ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അവൻ പറഞ്ഞതാ ബേസിൽ ജോസഫ് ഈ ഇന്റർവ്യൂ കാണുവാണെങ്കിൽ എന്താണെങ്കിലും ചേച്ചിയെ വിളിക്കണം, നമ്പർ ഞാൻ തരാം. അയ്യോ വിളിക്കണ്ട, ഞാൻ സിനിമയിലേക്കൊന്നും ഇല്ല. ചേച്ചി ഇനിയിപ്പം ചേച്ചിയുടെ ഇന്റർവ്യൂ ആണ് എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പം പ്രേക്ഷകർ റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ചേച്ചിക്ക് 2 ഗിഫ്റ്റ് തരണം. ആ 2 ഗിഫ്റ്റ് തന്നിട്ട് പഴയ ഓർമ്മ ഞങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. അയ്യോ. അപ്പൊ ഞാനൊരു ബലൂണും ഒരു PP എനിക്ക് ഞാൻ നമ്മുടെ പാട്ട് വിടും, നമുക്കൊന്ന് കാണാം. നോക്കട്ടെ. ചേച്ചിയെ പഴയ ഓർമ്മയിലേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുപോവുകയാണ്, പ്രേക്ഷകരും കൂടുതൽ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ഒരു കുട്ടിത്താരം ഇന്ന് വൈറലായി ചേച്ചിക്ക് നമ്മൾ കൊടുക്കുക. ചക്കര മുത്തം തന്നാട്ടി
എൻ്റെ ചേച്ചി ഒരു രക്ഷയില്ല കേട്ടോ. ഒത്തിരി സന്തോഷം. ഓക്കെ. ഇപ്പൊ ഈ ഇന്റർവ്യൂ കുറെ കൊടുത്തു. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഡയറക്ടർമാരോ നടന്മാരോ വിളിച്ചു കഴിഞ്ഞാൽ ആ പഴയ അഭിനേത്രിയെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ ഇനി? എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ ഒരു 100% ഞാൻ പോവില്ല. പിന്നെ പെർസെന്റേജ് ഇല്ലല്ലോ. പിന്നെ അപ്പം മനസ്സങ്ങനെ മാറുകയാണെങ്കിൽ, പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നില്ല ഞാൻ പോകുന്നു. ഓക്കെ. അപ്പം ഒത്തിരി സന്തോഷം ചേച്ചി. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? മിലീനിയം ഓഡിയോസ് ഇങ്ങനെ വന്നൊരു ഇൻ്റർവ്യൂ എടുത്തൊരു സന്തോഷമുണ്ട്. ഇൻഫാക്ട് ഞാനിത് ഇവരുടെ ഈ പാട്ട് തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ പാട്ട് തന്നെ കണ്ടത് ആദ്യം മിലീനിയം ഓഡിയോസിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. കാരണം അവരുടെ പല വീഡിയോസ് മറ്റേ ഹരീഷ് കണാരജൻ, കോഴിക്കോട് ദേവരാജൻ, അവരുടെയൊക്കെ കോമഡി ഷോസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും. അപ്പോൾ അങ്ങനെ കാണുന്ന കൂട്ടത്തിൽ ഈ പാട്ടിൻ്റെ കാര്യങ്ങളും ഞാൻ ആദ്യം കണ്ടത് മിലീനിയം ഓഡിയോസിലാണ്. അപ്പോൾ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മിലേനിയം ഓഡിയോസിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും ഒത്തിരി സന്തോഷം. കാരണം മിലേനിയം ഓഡിയോസ് എന്ന ലേബലിനെ ആളുകൾ മനസ്സിലാക്കുന്നത് പഴയ പാട്ടുകൾ ഇന്നും കാലഘട്ടങ്ങൾ എത്ര കഴിഞ്ഞാലും സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് മിലേനിയം ഓഡിയോസ്. ചേച്ചി, അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പുഞ്ചിരി ഇനിയും ഞങ്ങൾ മലയാളികൾക്ക് ആ തിയേറ്ററിലെ സ്ക്രീനിൽ കാണണം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.